നമ്മളിനി നോക്കാൻ പോകുന്നത് ട്യൂറിംഗ് മെഷീനാണ്. ട്യൂറിംഗ് മെഷീൻ്റെ ഡെഫിനിഷനാണ് ഇനി നോക്കുന്നത്. ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് 7 ടപ്പിളാണ്. M = Q, സിഗ്മ, ടോ, ഡെൽറ്റ, Q0, B ആൻഡ് F. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. പിന്നെ F അല്ല കേട്ടോ, ടോ ആണത്. ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് എക്സ്റ്റേണൽ സിമ്പിളാണ്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിളാണ്. B എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്ക് സിമ്പിളാണ്. ഡെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മാപ്പിംഗ് ഫംഗ്ഷനാണ്. Q0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റ്. F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഇൻപുട്ട് ടേപ്പ് കാണും, ഒരു ഫൈനൈറ്റ് കൺട്രോൾ കാണും, അതിൽ നിന്ന് ഒരു ഇൻപുട്ട് ഹെഡും കാണും. ഇത് നമുക്ക് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ട്യൂറിംഗ് മെഷീൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കൺസ്ട്രക്ട് ട്യൂറിംഗ് മെഷീൻ ഫോർ ദ ഫംഗ്ഷൻ f(x) = x+1. ഇപ്പോൾ x²+1 x³ +1 അങ്ങനെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചേഞ്ച് വരാം. ഇപ്പം x+1ൻ്റെ ക്വസ്റ്റ്യൻ്റെ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സിനൊരു വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എക്സിന് എടുത്തിരിക്കുന്ന വാല്യൂ 3 ആണ്. അപ്പോൾ x 3 ആകുമ്പോഴത്തേക്ക് എന്താണ് f(3) എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, 3 + 1 4 വരും. അപ്പോൾ നമുക്ക് 4 ഇൻപുട്ട് വരും. ഇപ്പോൾ ഇൻപുട്ടായിട്ട് ഞാൻ 0 എടുക്കുവാണ്. അപ്പോൾ 4 0യും കൊടുത്തു. അപ്പുറം ഇപ്പുറം ഞാൻ എന്ത് കൊടുക്കും, ബ്ലാങ്ക് കൊടുക്കും. ബ്ലാങ്കിനാണ് ഞാൻ B എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു ടേബിൾ ഞാൻ വരയ്ക്കും. ഞാൻ ഈ സ്റ്റേറ്റ്സും ടേപ്പ് സിമ്പലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എയും ബിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ടേപ്പ് സിമ്പൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് Q0 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അപ്പം Q0യിൽ ഇപ്പം 0 ആണ് ഇരിക്കുന്നത്. അപ്പോൾ 0 ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കവിടെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട. ഈ ട്രാൻസിഷൻ ഡയഗ്രാം കൂടെ നോക്കിയാൽ മനസ്സിലാവും. Q0യിൽ 0 ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ഒന്നും വരുത്തേണ്ട. 0/0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യാം. അതേസമയം അവിടെ ബി എന്ന് വെച്ചാൽ ബ്ലാങ്ക് ആണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കതിന് 0 ആയിട്ട് മാറ്റിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഒരു ബീനെ നമ്മൾ 0 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ Q1 മറ്റൊരു സ്റ്റേറ്റിലോട്ട് അത് മൂവ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്, എയുടെ അടുത്ത് നമ്മൾ എന്താ എഴുതും, Q0ക്ക് 0 ആകുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് Q1ന് 0 ആകുമ്പോഴത്തേക്ക് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമെന്നും പറഞ്ഞ് കാണിക്കും. പിന്നെ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ്റെ ബാക്കിയുള്ള ഇക്വേഷൻസ് ഇങ്ങനെ എഴുതും നമ്മൾ. ട്യൂറിംഗ് മെഷീൻ = Q0 Q1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്സ് ആണ്. പിന്നെ അതിനുശേഷം 0യുടെ ഒരു സെറ്റ് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആൽഫബറ്റ് 0 ആയതുകൊണ്ട് അവിടെ 0 കൊടുക്കും. പിന്നെ അതിനുശേഷം എക്സ്റ്റേണൽ സിമ്പിളായിട്ട് നമുക്കുള്ളത് 0യും ബിയും ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ Q0 കൊടുത്തിട്ടുണ്ട്, B കൊടുത്തിട്ടുണ്ട്, Q1 കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് Q1 വന്നു. ഇങ്ങനെയാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇനി ട്യൂറിംഗ് മെഷീൻ്റെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഇങ്ങനെയാണ്, ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ വിച്ച് റെക്കഗ്നൈസ് ദ ലാംഗ്വേജ് L = 0 1 0. അതായത് 0 1 0 എന്ന് പറയുന്ന ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്ന ട്യൂറിംഗ് മെഷീൻ നമ്മൾ വരയ്ക്കണം. അപ്പോഴത്തേക്ക് ഇപ്പം 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോക്ക്, Q0 നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. 0 വരുവാണെങ്കിൽ നമ്മളതിനെ 1 ആക്കിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെയ്യുക, 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ 1നെ Y ആക്കിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതിനാണ് സെൽഫ് ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനുശേഷം എത്ര 1 വന്നാലും 1 സ്റ്റാർ അല്ലേ, അതുകൊണ്ടാണ് എത്ര 1 വന്നാലും 1 എന്താ ചെയ്യുക, അതിനെ Y ആക്കിയിട്ട് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം 0 അടുത്തത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് X കൊടുത്തിട്ട് എന്ത് ചെയ്യും, റൈറ്റിലോട്ട് മൂവ് ചെയ്യും. 0 വന്നു കഴിഞ്ഞാൽ അതിന് X കൊടുത്തിട്ട് റൈറ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അതിനുശേഷം ബ്ലാങ്ക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, ബ്ലാങ്കിന് നോ ചേഞ്ച് കൊടുത്ത്, ഒരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് റൈറ്റിലോട്ട് ബ്ലാങ്കിന് നമ്മൾ ചേഞ്ച് ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് B/B → R എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 0 വരുമ്പോഴത്തേക്ക് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം 1 സ്റ്റാർ വരും. 1 സ്റ്റാർ എന്ന് വെച്ചാൽ 1ൻ്റെ എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും വരാം. അപ്പോഴത്തേക്ക് അതിന് നമ്മൾ സെൽഫ് ലൂപ്പായിട്ട് 1 സ്റ്റാർ കൊടുക്കും. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് 0 ആയിരിക്കുന്ന 0 വരുമ്പോഴത്തേക്ക് ആ 0നെ നമ്മൾ X ആക്കിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും.
അതിനുശേഷം ബ്ലാങ്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം 1 വന്നിട്ട് ഇതിൻ്റെ റിജക്റ്റ് ആവുന്ന സ്റ്റേറ്റ്സ് താഴോട്ട് പറഞ്ഞ് റിജക്റ്റഡ് സ്റ്റേറ്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. 1/1 ആണ് വന്നിരിക്കുന്നതെങ്കിൽ എന്താണ്, റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് റിജക്റ്റ് ആവും. ഇപ്പം 1 നമ്മളത് ആദ്യമേ 0 വന്നതിന് ശേഷം പിന്നെ ബ്ലാങ്ക് വരുവാണെങ്കിൽ അത് റിജക്റ്റ് ആവും. അതാണ് B/B ടെൻസ് ടു R എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഈ Q2 കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ 0 ലാസ്റ്റത്തെ 0 1 സ്റ്റാർ 0യിൽ 0 വന്നതിന് ശേഷം വീണ്ടും 1 വന്നു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. എന്തിനാണ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഈ 0 വന്നതിന് ശേഷം വീണ്ടും ഒരു 0യും കൂടെ വന്നാലും റൈറ്റിലോട്ട് മൂവ് ചെയ്തിട്ട് അത് റിജക്റ്റഡ് ആവും. ആക്സെപ്റ്റ് ആവുന്ന ഏതൊരു കേസ് മാത്രമേ ഉള്ളൂ, ആദ്യമേ 0, അതിനുശേഷം 1 സ്റ്റാർ, പിന്നെ 0. ഈ 3 കേസും കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആകുമ്പോഴത്തേക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ആവത്തുള്ളൂ. ഇതാണ് ടൂറിംഗ് മെഷീൻ്റെ 2 പ്രോബ്ലംസ്.